ഓം ഭദ്രകാളിയേ നമ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് അമ്പലപ്പുഴ വലിയമഠം ഭദ്രകാളി ക്ഷേത്രം. ചെമ്പകശ്ശേരി ദേവനാരായണ രാജാവ് വില്വമംഗലം സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴയിൽ ക്ഷേത്രം പണി കഴിപ്പിച്ച് അവിടുത്തെ വിഗ്രഹപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ ആരംഭിച്ചപ്പോൾ വിഗ്രഹം അശുദ്ധമാണെന്ന് തന്ത്രിമാർ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ മുഹൂർത്തത്തിൽ തന്നെ അമ്പലപ്പുഴയിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി പല ദിക്കുകളിൽ വിഗ്രഹം അന്വേഷിച്ചു പോവുകയും കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ ലക്ഷണമൊത്ത പാർത്ഥസാരഥി വിഗ്രഹം ഉണ്ടെന്ന് തിരിച്ചറിയുകയും വിഗ്രഹത്തിൻ്റെ ഉടമസ്ഥരെയും അമ്പലത്തിലെ പൂജകൊട്ടുകാരെയും കഴകക്കാരെയും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലെ പാർത്ഥസാരഥി വിഗ്രഹം ജലമാർഗം അമ്പലപ്പുഴയിൽ കൊണ്ടുവന്ന് മുഹൂർത്തത്തിൽ തന്നെ ഇവിടെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയെന്നതാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ചരിത്രം. അങ്ങനെ കുറിച്ചി ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരായിരുന്ന വലിയമഠം കുടുംബത്തിലെ ആളുകളെ അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുവരികയും അവർക്ക് താമസിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ പരദേവതകളെ പ്രതിഷ്ഠിക്കുന്നതിനുമായി ഒരു ക്ഷേത്ര സമാനമായ ഒരു വീട് നിർമ്മിച്ച് അവിടെ അവരെ താമസിപ്പിക്കുകയും ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകൾക്കും നടത്തുന്നതിനുള്ള മേൽക്കോയ്മ അവകാശം ആ കുടുംബത്തിന് നൽകുകയും ചെയ്തു. ഭദ്രകാളി, ശാസ്താവ്, കാലഭൈരവൻ, വീരഭദ്രൻ, യക്ഷി, ഗന്ധർവൻ ഇങ്ങനെ 7 ദേവതകളെയാണ് കളരി സങ്കല്പത്തിൽ വലിയമഠം കുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.
എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടുന്ന കളമെഴുത്തും പാട്ടും ഏറെ പ്രത്യേകതയുള്ളതാണ്. 5 കളങ്ങൾ ഒരിടത്ത് തന്നെ വരയ്ക്കുന്നു എന്നുള്ള പ്രത്യേകത ഈ ഇവിടുത്തെ കളമെഴുത്തും പാട്ടിനുണ്ട്. ഭദ്രകാളിയുടെയും അയ്യപ്പൻ്റെയും ഗന്ധർവനും യക്ഷിയും കൂടെ ഇരിക്കുന്നതും പനയക്ഷിയുടെയും കളങ്ങളാണ് പഞ്ചവർണ്ണപ്പൊടികളാൽ ഇവിടെ വരയ്ക്കുക. ചേരാവള്ളി കുറുപ്പന്മാർക്കാണ് ഇവിടുത്തെ കളമെഴുത്തും പാട്ടിനുമുള്ള അവകാശം പണ്ടു മുതൽ തന്നെ നൽകിയിരുന്നത്. അവർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആ കളമെഴുത്തും പാട്ടും ഇവിടെ ചിട്ടയായി തന്നെ നടത്തുന്നുണ്ട്. രാവിലെ ഉച്ചപ്പാട്ടോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ വൈകുന്നേരം 6 മണിയോടുകൂടി കളങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ സന്ധ്യക്കൊട്ടിന് ശേഷം അത്താഴപൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന 400 വർഷങ്ങൾക്ക് ഏറെ പഴക്കമുള്ള അരയാലിൻ്റെ ചുവട്ടിൽ നിന്ന് ഭദ്രകാളിയെ കളത്തിലേക്ക് എഴുന്നള്ളിക്കും. ഗന്ധർവൻ്റെ പ്രത്യേകത ഇവിടുത്തെ കളത്തിന് ഏറെ ഉണ്ടെന്നുള്ളതാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ നിൽക്കുന്ന അരയാലിൽ കാലഭൈരവൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ അരയാലിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വിളക്കാചാരത്തിന് നടക്കുന്ന പോലെ തന്നെ 7 പ്രദക്ഷിണങ്ങളായി ക്ഷേത്രത്തിന് വലത്ത് വെക്കാതെ ആ ഗന്ധർവൻ കാലഭൈരവൻ്റെ സാന്നിധ്യമുള്ള അരയാലിന് വലത്ത് വെച്ച് അവിടെ നിന്നാണ് ഭദ്രകാളിയെ കളത്തിലേക്ക് ആവാഹിക്കുക. കളത്തിൽ എഴുന്നള്ളിച്ചതിന് ശേഷം കളം പൂജയും തുടർന്ന് കളംപാട്ടും അതിനുശേഷം കളം മായ്ക്കുന്ന ചടങ്ങോടുകൂടിയാണ് ഒരു വർഷത്തെ കളമെഴുത്തും പാട്ടിന് സമാപനം കുറിക്കുക. കലാസ്നേഹികളായ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന അമ്പലപ്പുഴ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അമ്പലപ്പുഴയിലൊരു കുടുംബമാണ് വലിയമഠം കുടുംബം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉപാസകന്മാരായിട്ടുള്ള കുറേ കുടുംബാംഗങ്ങൾ, അതായത് വാദ്യടിയന്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ കഴകപ്രവൃത്തിയിലുള്ള ആൾക്കാർക്ക് ഇവിടെ എല്ലാം ഒരു ഗൃഹങ്ങളിൽ ഒരു വെച്ച ആരാധനയുണ്ട്. അതിൽ വലിയമഠത്തിൽ ഭഗവതി ക്ഷേത്രം, ചേരാവള്ളി, ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ചേരാവള്ളിയാണ്. ചേരാവള്ളിയിലും കുടുംബക്ഷേത്രമായിട്ട് ദേവിയാണ്, ഭദ്രകാളിയാണ്. ഓണിയപ്പുറത്തുണ്ട്, എടയേഴത്തുണ്ട്, എല്ലാ കുടുംബങ്ങളിലുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ദേവി പ്രീതിക്കായിട്ട് നടത്തി വരുന്ന ഒരു വർഷത്തിലൊരു പ്രാവശ്യങ്ങളിൽ മുടങ്ങാതെ ഉണ്ടാവും. അവിടുത്തെ ഒരു ഉത്സവമാണ് കളമെഴുത്തും പാട്ടും എന്ന് പറയുന്നത്. സാധാരണ പ്രധാന ദേവതയായിട്ടുള്ള ഭദ്രകാളിക്ക് മാത്രമാണ് എല്ലാ സ്ഥലങ്ങളിലും കളമെഴുത്തുപാട്ട് നടത്തുന്നെങ്കിലും ഈ കുടുംബങ്ങളിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേവതയായിട്ട് കുടികൊള്ളുന്ന ശാസ്താവ്, യക്ഷി, ഗന്ധർവന്, പനയക്ഷി, അതുപോലുള്ള മൂർത്തികൾക്കും പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ടുള്ള ആരാധന നടത്തി വരുന്ന അപൂർവമാകുന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അത് തന്നെയുമല്ല, ഒരു പൂർണ്ണ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളോടുകൂടി നടക്കുന്ന ഒരു പൂർണ്ണത ഈ കുടുംബങ്ങളിൽ നടക്കുന്ന ഈ കളമെഴുത്തും പാട്ട് മഹോത്സവത്തിനുണ്ട്. ഈ പൂർണ്ണത ഞാൻ പറയാൻ കാരണം, പ്രധാനമായിട്ട് നമ്മുടെ കളമെഴുത്തുപാട്ടിൽ 11 ചടങ്ങുകളുണ്ട്. അത് 11 പൂർണ്ണമായിട്ട് നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അതിലൊന്ന് കെട്ടിവിധാനം. കളമെഴുതുന്ന സ്ഥലത്തിന് മുകളിൽ വെള്ളമാറ്റ് വിരിച്ച് നടുവിൽ ചേല കൊണ്ട് ചേല വിരിച്ച് 4 ഭാഗവും കുരുത്തോലയും പ്രകൃതികളാൽ അലങ്കാരം എന്നാണ് പറയുക. പ്രകൃതി കൊണ്ട് ആ പന്തലിനെ അലങ്കരിക്കണം എന്നാണ് പറയുക. അവിടെ ഈ നമ്മുടെ ആരാധന തന്നെ പ്രകൃതിയാണ്. ഭൂമിയെ നമ്മൾ ആരാധിക്കുന്ന ശക്തി എന്ന് പറയുന്നത് പ്രകൃതി ഈശ്വരിയാണ്.
അപ്പോൾ ആ ഒരു എന്താ പറയുക, പ്രകൃതിയിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിയെ അവിടെ ആവാഹിക്കപ്പെടുകയാണ്. അതാണ് കുരുത്തോല വേണം, അതുപോലെ തൂക്കുമാലകൾ, പുഷ്പങ്ങളുണ്ട്, അലങ്കൃതമായിരിക്കണം. അതുപോലെ തന്നെ ആലില, മാവില, വെറ്റില, പാക്ക്, നാളികേരം, ഇങ്ങനെയുള്ള അലങ്കാരങ്ങൾ കൊണ്ട് ഒരു കെട്ടിവിധാനം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതാണ് പ്രധാനമായിട്ട് ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത്. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ, വലിയമഠം ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത്, ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഭഗവതിയുടെ ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉച്ചപ്പാട്ട്, കളമെഴുത്തിൻ്റെ ഒരു പ്രധാന ചടങ്ങാണ്. ആ ദേവതയായിരിക്കുന്ന ഭഗവതി ഇവിടെ കുടികൊള്ളണമെന്നും ഇന്നത്തെ ദിവസം ഈ കളമ്പാട്ടിൽ വന്നുകൊണ്ട് പ്രീതിപ്പെട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന പീഠത്തിൽ വെച്ച് എഴുതി കാണിക്കുകയാണ്. ഏതൊക്കെ മൂർത്തികളാണോ ഇവിടെയുള്ളത് അവരെയൊക്കെ പീഠത്തിൽ ഇരുത്തിക്കൊണ്ട് ആവാഹിച്ചിരുത്തിയ കുറുപ്പാണ് ഇവിടുത്തെ ഉച്ചപ്പാട്ട് നടത്തുന്നത്. അത് ഈ മധ്യ തിരുവിതാംകൂറിലാണ് കുറുപ്പന്മാർക്ക് ഉച്ചപ്പാട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം വടക്കോട്ടുള്ള കല്ലാറ്റ് കുറുപ്പിനൊക്കെ ഉച്ചപ്പാട്ട് നമ്പൂതിരിമാരാണ് ചെയ്യപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ഉപാസനയിൽ കുറുപ്പ് തന്നെ ആ ഉച്ചപ്പാട്ട് പൂജ കഴിക്കണം എന്നാണ് പറയുക വ്യവസ്ഥയായിട്ട്. ആ പീഠത്തിൽ നാക്കിലയിൽ വെള്ളരിയും, അതുപോലെ തന്നെ നെല്ല്, അതുപോലെ തന്നെ ദേവതയ്ക്ക് അനുസൃതമായിട്ടുള്ള പട്ട്, അതായത് ശാസ്താവിനാണെങ്കിൽ നീലയോ കറുപ്പ്, ഭദ്രകാളിക്കാണെങ്കിൽ ചുവപ്പ്, ദുർഗയ്ക്കാണെങ്കിൽ മഞ്ഞ, അതുപോലെ തന്നെ യക്ഷി ഗന്ധർവൻ മഞ്ഞയും ചുവപ്പ്, ചില സ്ഥലത്ത് വെള്ളയുണ്ട്. പനയക്ഷി, ഇവിടെ ഒരു പ്രത്യേകത പനയക്ഷിയുടെ ഒരു കളമെഴുതുന്നുള്ളതാണ്. വലിയമഠം ക്ഷേത്രത്തിൽ മാത്രമാണ് പനയക്ഷിക്കായിട്ടൊരു കളം നമ്മുടെ ഈ ഭാഗങ്ങളിൽ എഴുതപ്പെട്ട് ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ആ മൂർത്തികൾക്ക് ആ പീഠം വെച്ച് അവിടെ പൂജ കഴിക്കുക. ഈ കേരളത്തിൽ എവിടെ പൂജ കഴിച്ചാലും ആദ്യം ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന മഹാഗുരുവിന് പൂജയാണ് ആദ്യത്തെ. ഗുരുവിന് പൂജ നടത്തി, അതുപോലെ ഈ ചടങ്ങുകൾ പൂർണ്ണമായിട്ടും ഒരു വിഘ്നങ്ങളും കൂടാതെ നടത്തുവാൻ ഗണപതി ഭഗവാനെയും പ്രീതിപ്പെടുത്തി ഈ ദേവതമാരെ പീഠത്തിൽ കുടിയിരുത്തുന്നൊരു ചടങ്ങാണ് ഉച്ചപ്പാട്ടെന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും പത്മമിട്ട് ആ പത്മത്തിൽ ആവാഹിച്ച് അത് തിരിച്ച് ഈ പീഠത്തിലേക്ക് ആവാഹിച്ചിരുത്തി തൻ്റെ രൂപമെന്താണെന്ന് അവിടെ എഴുതി കാണിക്കുകയാണ്. ഭദ്രകാളിയുടെ ദേവതയുടെ രൂപം എന്താണ് എന്ന് അവിടെ എഴുതി കാണിക്കുകയാണ്. കാരണം ഈ കളമെഴുത്തിൻ്റെ ആവിർഭാവം തന്നെ ഭദ്രകാളി പ്രീതിക്കായിട്ടാണ്. തൻ്റെ രൗദ്രമാകുന്ന ഭാവം കൊണ്ട്, അല്ലെങ്കിൽ രൗദ്രമാകുന്ന തലത്തിൽ താൻ ചെയ്ത പ്രവൃത്തി പോലും മറന്നുപോയി എന്നാണ് പറയുന്നത്. അത്രയും രൗദ്രതയാണ് അമ്മയ്ക്കുണ്ടായെന്ന് പറയാം. ദാരിക നിഗ്രഹത്തിന് വേണ്ടി ഭഗവാൻ മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നാണ്, കാളകൂടവിഷത്തിൻ്റെ ശക്തിയിൽ നിന്നാണ് ദേവി തൃക്കണ്ണിലൂടെ ഉത്ഭവിച്ചു എന്നുള്ള ചരിത്രം പറയുന്നത്. അത് കാളി എന്നുള്ള നാമമാണ് അമ്മ ധരിച്ചിട്ടുള്ളത്. അങ്ങനെ ദാരിക നിഗ്രഹത്തിന് ശേഷം ഉഗ്രസ്വഭാവമായി മാറിയിരിക്കുന്ന അമ്മയുടെ രൗദ്രഭാവം കണ്ട് ദേവകളൊക്കെ ഭയപ്പെടുകയാണ്. ഈ രൗദ്രം ലോകത്തിന് ആപത്താണെന്ന് കണ്ടുകൊണ്ട് മഹാദേവനൊക്കെ അഭയം പ്രാപിക്കുകയും മഹാദേവൻ അവരോട് പറഞ്ഞു, ഭഗവതിയെ ഏത് വിധേനയും കൈലാസത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ തൻ്റെ രൗദ്രത്തെ ശമിപ്പിച്ചു തന്നുകൊള്ളാം എന്ന് പറയുകയും ദേവന്മാർ തന്നെ സകല കോലങ്ങൾ കെട്ടിയാടി ആ ദേവതയെ കൈലാസത്തിൽ കൊണ്ടുവരികയും ആ കൈലാസത്തിൽ പ്രവേശിച്ച ഭഗവതിയോട് തൻ്റെ മകളായിരിക്കുന്ന അമ്മയോട് രൗദ്രഭാവത്തെ ഉപേക്ഷിക്കാൻ പറയുമ്പോഴാണ് എന്താണ് എൻ്റെ രൗദ്രഭാവം, താൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പോലും അമ്മയ്ക്കറിയില്ല. അത്രയും ഘോരമാകുന്ന തലത്തിലാണ് അമ്മയുടെ ഭാവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ അമ്മയുടെ രൗദ്രമാകുന്ന ഭാവത്തെ മഹാദേവൻ കുറുപ്പിനെ സൃഷ്ടിച്ച് പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് അമ്മയുടെ രൗദ്രമാകുന്ന ഭാവത്തെ എഴുതി കാണിച്ചതാണ്. അത് പഞ്ചലോഹപ്പൊടികളായിട്ടും പറയപ്പെടുന്നുണ്ട്. അന്നത്തെ കൈലാസിൽ വരച്ചത് പഞ്ചലോഹപ്പൊടികളാണെന്ന് പറയാറുണ്ട്. ആ പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് രൗദ്രമാകുന്ന ഭാവത്തെ കളത്തിൽ ദർശിച്ച ഭഗവതി തൻ്റെ കലിയെ കളത്തിൽ ഉപേക്ഷിച്ചുവെന്നും പ്രസന്നവതിയായി തീർന്നുവെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അങ്ങനെ കളം കുറിക്കുന്ന ആൾ കുറുപ്പായി മാറുകയും ഈ കുറുപ്പ് ഈ ഭൂമിയിൽ എവിടെ കളം കുറിക്കുന്നുവോ അവിടെ കാളിയായ നിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ ഈ ദേശത്തിനും ദേശവാസികളും ആശ്രയിക്കുന്നവർക്കും ഭദ്രം വരുത്തുന്നവളായതുകൊണ്ട് അമ്മയെ എല്ലാവരും ഭദ്രകാളി എന്ന് സ്തുതിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ആ കളമെഴുത്തുപാട്ടിൻ്റെ ഒരു പ്രധാന ചടങ്ങാണ് ഉച്ചപ്പാട്ട് എന്ന് പറയുന്നത്.
അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ അത്രയും പഴക്കത്തോടു കൂടി തന്നെയുള്ള അവരുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇവിടെ വന്ന് കുടികൊണ്ട രാജാവിൻ്റെ അനുവാദത്തോടു കൂടി ഇവിടുത്തെ സ്ഥലങ്ങളും മറ്റുള്ളതെല്ലാം രാജാവ് ആദരിച്ച് ഇരിച്ച് ഈ വലിയ മഠത്തിൽ കുടുംബത്തിലെ പഴയ ആ ചിട്ടയോടുകൂടിയാണ് ഇന്നും കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. ഇവിടെ പണ്ടുകാലം മുതലേ കളവെഴുത്തും പാട്ടും നടന്നുകൊണ്ടിരുന്നതാണ്. ഈ ഭഗവതിക്ക് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ വേറെങ്ങുമില്ലാത്ത രീതി 5 കളങ്ങളാണ് ഇവിടെ ഉള്ളത്. ഭദ്രകാളിക്ക്, പിന്നെ ശാസ്താവ്, യക്ഷി, ഗന്ധർവന്, പിന്നെ അപൂർവമായിട്ടേ ഉള്ളൂ, അധിക സ്ഥലങ്ങളിലൊന്നുമില്ല, പനയക്ഷി എന്ന് പറയുന്ന ഒരു ദേവത. ഇത് വളരെ അപൂർവമായിട്ട് വരയ്ക്കുന്ന കളങ്ങൾ. ഈ 5 കളങ്ങൾ ഒരുമിച്ച് വരുന്നത് വളരെ അപൂർവമായിട്ടാണ്. അത് ഇവർ ഈ കുടുംബത്തിൽ പഴയകാല ചിട്ടയോടുകൂടി ഇന്നും നടത്തി വരുന്നത് വലിയൊരു കാര്യം തന്നെ. എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ പ്രകൃതി ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ആദ്യം മനുഷ്യന് ഉപാസിച്ചുകൊണ്ടിരുന്ന മരങ്ങളെയും ആരാധിച്ചുകൊണ്ടിരുന്ന മരങ്ങളെയും പ്രകൃതിയൊക്കെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇവിടെ ഒരു ആൽമരം, അത്ഭുതകരമായ രീതിയിലുള്ള വളരെ പഴക്കമുള്ളൊരു ആൽമരം, അവരിലും ദൈവിക ഉപാസനയോടുകൂടി അവർ വലിച്ച് ആരാധിക്കുന്നുണ്ട്. കൂടാതെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ളൊരു ഈ അനുഷ്ഠാന കലയാണ് ഈ കളമെഴുത്തെന്ന് പറയുന്നത്. പണ്ട് ഈ കളമെഴുത്തിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവങ്ങളെ ഉപാസിക്കുന്നതിന് വേണ്ടി മനുഷ്യർ പ്രകൃതിയിൽ നിന്നുള്ള പൊടികൾ, അന്ന് മൂർത്തി ആദ്യം മരങ്ങളായിരുന്നു, പിന്നീട് പ്രകൃതിയിൽ നിന്നുള്ള ഇലകളും മറ്റുള്ള ഇതെല്ലാം വഹിച്ച് ദേവതയെ സൃഷ്ടിച്ച് വരച്ച് ഉപാസിച്ചു വരുന്ന ചടങ്ങാണ്. ആ ആരാധന അന്നത്തെ സമ്പ്രദായത്തിൽ തന്നെ യാതൊരു കുറവും വരാതെ ഇന്നും ആ ചിട്ടയോടുകൂടി നടന്നു വരുന്നുള്ളൊരു വലിയൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ പ്രകൃതി ആരാധനയാണ് ഇവിടെ നടക്കുന്നത്. ഈ കുടുംബത്തിൽ പണ്ട് എങ്ങനെയാണോ ആരാധിച്ചു വരുന്ന ക്രമങ്ങൾ ഇന്നും യാതൊരു കോട്ടവും തട്ടാതെ കുറച്ചുകൂടെ മെച്ചമായ രീതിയിലാണ് ഇന്നും ഈ ചടങ്ങുകളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത്. അത് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അതിന് പ്രത്യേക താല്പര്യത്തോടു കൂടി തന്നെയാണ് നടത്തുന്നത്. ഇവിടെ വരയ്ക്കുന്ന കളങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭദ്രകാളി 4 കൈകളോട് കൂടിയുള്ള ഭദ്രകാളിയാണ് വരയ്ക്കുന്നത്. ഖൽഗം, കപാലം, ശൂലം, ദാരുക ശിരസോട് കൂടിയ ഭദ്രകാളി. ശാസ്താവിനെ വില്ലും അമ്പും ധരിച്ച് കോദണ്ഡപാണിയായിട്ടുള്ള രൂപത്തോടു കൂടി. പിന്നെ വൈഷ്ണവ ഗന്ധർവനും യക്ഷിയാണ് ഒന്നുള്ളത്. അത് പുഷ്പബാണവും താമരപ്പൂ യക്ഷിയുടെ കയ്യിലുമായിട്ട് മടിയിലിരിക്കുന്നതായിട്ടുള്ള സങ്കല്പമാണ്. വൈഷ്ണവ ഗന്ധർവനാണ്. പണ്ട് കാലങ്ങളിൽ ഈ യക്ഷിയും ഗന്ധർവനും എല്ലാ പഴയ തറവാടുകളിലെല്ലാം വച്ച് ഇവരെ ഉപാസിച്ചുകൊണ്ടിരുന്നതാണ്. ആ ചിട്ട ഇന്നിപ്പം അപൂർവം കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ യക്ഷി ഗന്ധർവനെ വെച്ച് ഉപാസിക്കുന്ന സ്ഥലങ്ങൾ. അവരുടെ ഈ യക്ഷി ഗന്ധർവനെ ഉപാസിക്കുന്നുള്ളതെന്ന് വെച്ചാൽ കുടുംബ ഐശ്വര്യമാണ്. കുടുംബത്തിലെ സന്താനങ്ങൾക്കും മറ്റ് കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് ഈ യക്ഷിയെ ഗന്ധർവനെ ഉപാസിച്ചുകൊണ്ടിരുന്നത്. അതിൽ വളരെ അപൂർവമായിട്ട് ഇന്നും പഴയ ചിട്ടയോടുകൂടി ഉപാസിച്ചു വരുന്നൊരു ഈ കുടുംബത്തിൽ ഇപ്പോഴും ആ ചിട്ടകളോടുകൂടി തന്നെ നടത്തി വരുന്നു. പിന്നീട് അപൂർവമായിട്ടുള്ളൊരു കളവാണ് ഈ പനയക്ഷി എന്ന് പറയുന്നത്. പനയിൽ ചാരി നിൽക്കുന്നതും സിന്ദൂരവും വാൽക്കണ്ണാടിയും ആയിട്ടുള്ള ഭാവത്തോടു കൂടി നിൽക്കുന്ന ഒരു രൂപമാണ്. അത് കേരളത്തിൽ ഇല്ലയെന്ന് തന്നെ വേണേൽ പറയാം. ഈ ഒരു കളം ഇത് ഈ പണ്ടുകാലം മുതലേ ഇവിടെ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ആ പനയക്ഷിക്ക് പ്രത്യേക ഒരു പവറും കൂടാണ്. അത് ഈ കളം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അത് അത്ര ആത്മാർത്ഥയോടു കൂടി കുടുംബത്തിലെ ഈ ചടങ്ങുകളെല്ലാം നടത്തി വരുന്നത്. അത് അവരെ എന്താ പറയേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത്രയും പഴമയായിട്ടുള്ള ആചാരങ്ങളെല്ലാം ഇന്നും തുടർന്ന് കൊണ്ടുപോകുന്നത് അവർക്ക് അത് ഈ ചടങ്ങുകളെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ ഞങ്ങളുടെ കുടുംബത്തിനും കൂടെ അതിൻ്റെ ഐശ്വര്യം ഇന്നും ഉണ്ടെന്നുള്ളതാണ്